മലയാള സിനിമ എം ടിക്ക് നൽകുന്ന ഒരു ട്രിബ്യൂട്ടാണ് മനോരഥങ്ങൾ. എം ടിയുടെ 9 കഥകൾ 8 ഡയറക്ടേഴ്സ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ഒരു ആന്തോളജിയാണിത്. എം ടിയുടെ കഥകളിലെ നോസ്റ്റാൾജിക് ആയിട്ടുള്ള പ്രമിസസ് എല്ലാം തന്നെ, അതായത് പഴയ മാട്രിയാർക്കി നിലനിന്നിരുന്ന പഴയ തറവാടുകൾ, അതിൻ്റെ ഉള്ളിലെ സെറ്റിങ്സ്, അതിൻ്റെ പുറത്തെ സറൗണ്ടിങ്സ്, അതിനുള്ളിലെ മനുഷ്യർ, അതായത് എസ്പെഷ്യലി വിമൻ, അവരുടെ ഒരു കോസ്റ്റ്യൂം, അവരുടെ കോൺവെർസേഷൻ സ്റ്റൈൽ, അവർക്ക് ലൈഫിനോടുള്ള അപ്രോച്ച്, ഇതെല്ലാം തന്നെ വളരെ മൈൻഡ്ഫുള്ളായിട്ട് വളരെ പ്രിസൈസായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു സീരീസാണ് മനോരഥങ്ങൾ. ഇതിൻ്റെ ഓരോ കഥയും മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് കമൽഹാസനാണ്. സ്ക്രിപ്റ്റ് വളരെ മിനിമലാണ്, വളരെ മീറ്റഡ് ആയിട്ടുള്ള ഡിറക്ഷനാണ്, നല്ല കാസ്റ്റിംഗ് ആണ്. ആക്ടേഴ്സ് എല്ലാവരും തന്നെ അവരുടെ റോൾസിനോട് അത്യാവശ്യം ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഷോ ഡയറക്ടറായിട്ടുള്ള പ്രിയദർശൻ കുറച്ച് അപ്രിസിയേഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഓരോ കഥയും വളരെ പെട്ടെന്ന് റാൻഡമായിട്ട് ഒന്ന് റിവ്യൂ ചെയ്യാം. പ്രിയദർശൻ ഇതിൽ 2 കഥകളാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഓളവും തീരവും, പിന്നെ ശിലാലിഖിതം. ഓളവും തീരവും പണ്ട് PN മേനോൻ ഡയറക്റ്റ് ചെയ്ത ഫിലിമാണ്, ഞാൻ ദൂരദർശനിൽ കണ്ടിട്ടുണ്ട്. ഹി വാസ് ഓൾവേസ് എഹെഡ് ഓഫ് ഹിസ് ടൈം, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് പ്രിയദർശൻ ഒരു ചലഞ്ചായിരുന്നിരിക്കണം, പക്ഷേ സ്വന്തമായ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫോട്ടോഗ്രാഫി സന്തോഷ് ശിവനാണ്, നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നബീസും ബാപ്പുട്ടിയായിട്ട് വരുന്നത് മോഹൻലാലും ദുർഗാകൃഷ്ണയാണ്. രണ്ടുപേരും എനിക്ക് നന്നായിട്ട് തോന്നി. അതുപോലെ ദുർഗാകൃഷ്ണ പ്രത്യേകിച്ചും ഈ ഒരു ആ കാലഘട്ടത്തിലൊരു ക്യാരക്ടറായിട്ട് നിൽക്കുകയും എന്നാൽ ഒട്ടും നമുക്കൊരു ഡ്രാമ ഫീൽ ചെയ്യാതെ അതിൻ്റെ എക്സ്പ്രഷൻസൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ പിന്നെ മറ്റ് ക്യാരക്ടേഴ്സ് സുരഭിയും പിന്നെ മാമുക്കോയൊക്കെയാണ്. ഓവറോൾ എനിക്കിതൊരു എൻ്റെ ലാസ്റ്റ് ഷോട്ടൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓവറോൾ ഇതൊരു നല്ല ഫീലിംഗ് ആണ് തന്നത്. പിന്നെ അടുത്തത് പ്രിയദർശൻ്റെ ഒരു നല്ല ഡയറക്ടോറിയലാണ് ശിലാലിഖിതം. ഈ സീരീസിൽ വളരെ അൺഇമോഷണലായ, വളരെ ഒട്ടും എമ്പതറ്റിക് അല്ലാത്ത കുറച്ച് മനുഷ്യരുടെ കഥയാണ് ഇത് പറയുന്നത്, ഈ ഒരു സ്റ്റോറിയിലുള്ളത്. ഇതിൽ ബിജു മേനോൻ്റെയും ശാന്തികൃഷ്ണയുടെ ഒക്കെ അഭിനയം ഭയങ്കര റിയലിസ്റ്റിക്കാണ്. നമുക്കൊരു ഫോൾട്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ എൻഡിൽ ഓഡിയൻസിനെ കുറച്ച് ഇമോഷണൽ ഒരു ടെക്നിക്കും കൂടിയുണ്ട്, ഇത്രയും ഒരു അൺഇമോഷണലായിട്ടുള്ളൊരു ടോപ്പിക്ക് ഡീൽ ചെയ്തുകൊണ്ട്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ വളരെ ഇഷ്ടപ്പെട്ടു. അടുത്തത് ജയരാജ് ഡയറക്റ്റ് ചെയ്ത സ്വർഗം തുറക്കുന്ന സമയം. പഴയ നമ്മുടെ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കൂട്ടത്തിൽ തനി എന്ന സിനിമയുടെ ഒരു റീക്രിയേഷനാണ്. ഇത് കാണുമ്പോൾ നമുക്ക് സീമേനെ മിസ് ചെയ്യും. എനിക്കിതിൽ വളരെയധികം ഇഷ്ടപ്പെട്ടത്, ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രൻസാണ്. അതുപോലെ തന്നെയാണ് ഇതിൽ ഷോട്ടുകൾ ഇങ്ങനെ വളരെ വിഷ്വലി ഇത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഷോട്ടുകൾ. ഒരു മരണം കാത്തുകിടക്കുന്ന ഒരു വീട്, അതിൻ്റെ ഒരു ഇരുട്ടും തണുപ്പും പുറമേയുള്ള നേച്ചറും അത് ഇതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ ഷോട്ടുകളും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു പീസാണ് ജയരാജിൻ്റെ സ്വർഗം തുറക്കുന്ന സമയം. ശ്യാമപ്രസാദ് ഡയറക്റ്റ് ചെയ്ത കാഴ്ച വളരെ പോയറ്റിക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഷോട്ട്സാണ്. നിമിഷ് രവിയാണ് ഇതിൻ്റെ ഫോട്ടോഗ്രാഫി. ഒരു ലവ്ലെസ് മാരേജിൽ നിൽക്കുന്ന സുധ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ് സുധ. പാർവതിയാണ് ചെയ്യുന്നത്. പാർവതി ഈ ക്യാരക്ടറായിട്ട് തന്നെയാണ് ഇതിൽ നിൽക്കുന്നത്. എനിക്ക് പാർവതിയുടെ ആക്ടിങ് വളരെ ഇമ്പ്രസീവായി തോന്നി. അതുപോലെ തന്നെയാണ് കലാമണ്ഡലം സരസ്വതി, പിന്നെ ഹരീഷ് ഉത്തമൻ, ഇവരൊക്കെ നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എനിക്ക് കുറച്ചും കൂടിയും കുറച്ച് ടൈംലെസ്, അതായത് കുറച്ചും കൂടി ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന് ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്ത രീതി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതായത് നമ്മളൊരു ഇതുപോലെ ഒരു ലവ്ലെസ് മാരേജിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആളുകളും വളരെ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് നമ്മളെ ഫോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെയുള്ളൊരു സെൽഫ് എമ്പതറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ച് കൊണ്ട് വളരെ കാം ആൻഡ് കൂളായിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രത്യേകിച്ച് ക്ലീഷകളൊന്നും ഇല്ലാതെയാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിർജീനിയ വോൾഫിൻ്റെ റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറഞ്ഞ കോൺസെപ്റ്റും ഇതിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ നാച്ചുറലായിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. ഇനി അടുത്തത് കടൽക്കാറ്റ് വളരെ രതീഷ് എമ്പാട്ടാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ക്ലീഷേഡായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. പ്രത്യേകിച്ച് ഒന്നും അതിനെപ്പറ്റി പറയാനില്ല. പെർഫോമൻസസൊക്കെ ഓക്കെയാണ്. ഇന്ദ്രജിത്തും പിന്നെ ആൻ അഗസ്റ്റിൻ,
അപർണ ബാലമുരളിയൊക്കെയാണ് ഇതിൽ അഭിനയിക്കുന്നത്. ഇനി രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്ത കടുകണ്ണ ഒരു യാത്രക്കുറിപ്പ്. MTയുടെ കഥകൾ വായിച്ച് ശീലമുള്ള എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിലെ ലീല. MTക്ക് പേഴ്സണൽ കണക്ഷനുള്ള ലീലയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. രഞ്ജിത്തിൻ്റെ ഒരു ഡിറക്ഷൻ സ്റ്റൈൽ വളരെ വളരെ കൺസൈസും പ്രിസൈസുമാണ്. ഈ സ്റ്റോറിയിലെ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് എടുത്തത് വളരെ ഇമ്പാക്റ്റോട് കൂടിയിട്ട് സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. മമ്മൂട്ടിയാണ് വേണുഗോപാൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത്. മമ്മൂട്ടിയും അങ്ങനെ ഒരു വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ടാണ് ആവശ്യത്തിനുള്ള ഈ ക്യാരക്ടർ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അത് മാത്രം ചെയ്തുകൊണ്ടാണ് ഇതിൽ നിൽക്കുന്നത്. പക്ഷേ ഇതിൽ കുറച്ചും കൂടിയും നമുക്ക് വളരെ നമ്മളെ സർപ്രൈസ് ചെയ്യിക്കുന്ന ഒരു ക്യാരക്ടർ വിനീതാണ് ചെയ്തിരിക്കുന്നത്. ഇത് വിനീതിൻ്റെ ക്യാരക്ടർ പേഴ്സോണ ഡയലോഗ് ഡെലിവറിയൊക്കെ ഇതിൽ നമുക്ക് വളരെ വളരെ ഇമ്പ്രസീവാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും എനിക്ക് ഇതിൻ്റെ അവസാനമാകുമ്പോഴേക്കും നമുക്കൊരു പെയിനൊക്കെ ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ രഞ്ജിത്തിന് പറ്റിയിട്ടുണ്ട്. എനിക്കിത് ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു. MTയുടെ ഒരു യൂഷ്വലായിട്ടുള്ള സ്റ്റൈലിൽ നിന്ന് മാറി നിൽക്കുന്ന 2 കഥകളാണ് ഈ സീരീസിലുള്ളത്. ഒന്ന് വിൽപ്പന, 2 അഭയം തേടി വീണ്ടും. വിൽപ്പന ചെയ്തിരിക്കുന്നത് MTയുടെ മകളായിട്ടുള്ള അശ്വതി നായരാണ്. അശ്വതിയുടെ ഡെബ്യൂ ഡയറക്ഷനാണ്. ഒരു ഡെബ്യൂവിൻ്റെ നിലയ്ക്ക് ഇത് വലിയ കുഴപ്പമില്ലാതെ ഡീൽ ചെയ്തിരിക്കുന്ന ഒരു കഥയാണ്. പക്ഷേ എനിക്ക് ഇതിൽ കുറച്ച് ഈ കഥയുടെ ഒരു തീം തന്നെ കുറച്ച് ഡ്രാമ ഉള്ള ഒരു തീമാണ്. അപ്പോൾ കുറച്ച് ഡ്രമാറ്റിക്കായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് എക്സ്റ്റെൻഡായി പോയ പോലെ തോന്നി. വേറെ ഇതിനൊരു അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാക്കിയ മറ്റൊരു സംഭവമാണ് ഭാഗ്യലക്ഷ്മിയുടെ ഒരു ഹെവി ആക്സെൻറ്റഡ് ഡബ്ബിങ്. അതൊരു കുറച്ച് സ്റ്റോറീനെ ബാധിക്കുന്നുണ്ട്. ആസിഫ് അലിയും മധുവാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ആക്ടിംഗ് ഒന്നും കുഴപ്പമില്ല, പക്ഷേ എനിക്കത് അത്ര അങ്ങോട്ട് ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല ഈ കഥ. പിന്നെ അടുത്തത് സന്തോഷ് ശിവൻ ഡയറക്റ്റ് ചെയ്ത അഭയം തേടി വീണ്ടും. ഇതൊരു വളരെ വിഷ്വൽസിലൂടെ കഥ പറയുന്ന കുറച്ച് സർറിയലിസ്റ്റിക് ആയിട്ടൊക്കെ തോന്നുന്ന ഒരു തീമാണ്. അപ്പോൾ ഇതിൽ സിദ്ദീഖാണ് അതിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. ഇത് നമുക്കങ്ങനെ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും വിഷ്വൽസൊക്കെ നല്ലതായിരുന്നു. എത്രയ്ക്ക് കൺവേഡ് ആവുന്നുണ്ട് എന്ന കാര്യത്തിലൊരു ഡൗട്ടുണ്ട്. മഹേഷ് നാരായണൻ ഡയറക്റ്റ് ചെയ്ത MT കഥയാണ് ഷെർലക്. ഇതിൽ ശരിക്കും മഹേഷ് നാരായണൻ്റെ ഒരു സിഗ്നേച്ചർ തന്നെയാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. മുഴുവനായിട്ടും ഇൻഡോറിൽ നടക്കുന്ന ഒരു കഥയാണ്. 2 ലോൺലി സോൾസായിട്ട് ജീവിക്കുന്ന ഒരു ബ്രദർ സിസ്റ്റർ, അവരുടെ ഒരു ഇമോഷണൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒക്കെയാണ് കഥ പറയുന്നത്. ഇവർ കൂടാതെ ഒരു മെയിൻ ക്യാരക്ടറുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ കാണുക. എന്തായാലും ഇതിൽ ഫഹദ് ഫാസിലും നാദിയ മൊയ്തുമാണ് അഭിനയിച്ചിരിക്കുന്നത്. എനിക്കിതിൽ കുറച്ചും കൂടിയും ലൈവായിട്ട് തോന്നിയൊരു ക്യാരക്ടർ നാദിയാണ്. എന്തായാലും ഈ മനോരഥങ്ങളിലെ ഓരോ കഥയും റെപ്രസെൻ്റ് ചെയ്യുന്ന കാലഘട്ടത്തെക്കുറിച്ചും അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും അത്യാവശ്യം റീസേർച്ചൊക്കെ നടത്തി ഒരു മൈൻഡ്ഫുള്ളായിട്ടാണ് ഇവരെയൊക്കെ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് എനിക്ക് ഈ സീരീസ് കണ്ടപ്പോൾ തോന്നിയത്. MTയുടെ കഥകളിൽ ഒട്ടും വായിക്കാതെ അല്ലെങ്കിൽ ഫെമിലിയർ അല്ലാത്ത ഒരു ജനറേഷൻ ജെൻസി ആയിരിക്കണം, അവർക്കും കൂടി അപ്പീലിംഗ് ആവുന്ന തരത്തിലാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്തായാലും നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവും. ഒപ്പീനിയനൊക്കെ പറയുക. നമുക്ക് അടുത്തൊരു സിനിമയ്ക്കായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.